നമസ്കാരം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം ഗോൾ സ്റ്റോൺസ്, അതായത് പിത്താശയത്തിൽ വരുന്ന കല്ലുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് സിംറ്റംസ്? ഈ ഗോൾ സ്റ്റോൺസിന്റെ സിംറ്റംസ് എന്താണ്? മോസ്റ്റ് കോമൺലി നമ്മൾ പേഷ്യൻസ് അനുഭവപ്പെടുന്ന സിംറ്റംസ് പെയിൻ ആണ്. എവിടെ വരുന്ന പെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡ്, വയറിന്റെ റൈറ്റ് സൈഡ് ആയിട്ട് മുകളിലേക്ക് ഈ വാരലിന്റെ തൊട്ട് താഴേക്ക് വരുന്ന പെയിൻ ആണ് വളരെ കോമൺ ആയിട്ട് കാണുന്നത്. ടിപ്പിക്കലി പേഷ്യൻസ് പറയുന്ന സിംറ്റംസ്, ഈ പെയിൻ വരുമ്പോൾ തൊട്ട് മുമ്പ് അവർ കുറച്ച് ഫാറ്റി ഫുഡ്സ്, അതായത് കുറച്ച് കൊഴുപ്പ് നിറഞ്ഞ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. വെരി കോമൺലി കാണുന്നത് ബിരിയാണി, ഇല്ലെങ്കിൽ നമ്മൾ നെയ്ച്ചോറ്, എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ കഴിക്കുമ്പോഴാണ് ഈ പെയിൻ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ഈ പെയിൻ വരുന്നത് ഇവിടെ മാത്രം വരുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചില പേഷ്യൻസ് പെയിൻ അനുഭവപ്പെടുന്നത് വയറിന്റെ സെന്ററിലേക്കായിരിക്കും, ചില പേഷ്യൻസിന് റൈറ്റ് സൈഡ് ഷോൾഡറിലേക്കായിരിക്കും, ചില പേഷ്യൻസ് ഈ സെയിം പെയിൻ ഇവിടെ സെയിം പൊസിഷനിൽ ബാക്കിലേക്കും അനുഭവപ്പെടാം. സോ ഇങ്ങനെ കുറേ സിംറ്റംസ് ആയിട്ടാണ് പേഷ്യൻസ് വരുന്നത്. ഈ പെയിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് പേഷ്യൻസിന് വരുന്നത് ഛർദിയാണ്. പിന്നെ ഈ സിംറ്റംസിന്റെ കോംപ്ലക്സിന്റെ പേരാണ് ബിലിയറി കോളിക് എന്ന് പറയാം. ഈ ടിപ്പിക്കലി ഈ ബിലിയറി കോളിക് വരുന്നത് രാത്രി സമയത്തിലാണ് കൂടുതൽ അനുഭവിക്കുക പേഷ്യൻസ്. അതിനനുസരിച്ച് ആണ് ദേ വിൽ കം ടു ദ ഹോസ്പിറ്റൽ ഈ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാം. അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് അറ്റാക്ക് ഓർ സെക്കൻഡ് അറ്റാക്ക് വരുമ്പോഴാണ് ഇത് ടിപ്പിക്കലി ഇങ്ങനെ പ്രസന്റ് ചെയ്യുക. ഇതെക്കാട്ടിലും കുറച്ചുകൂടി രോഗം പഴകി. അപ്പൊ അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ടെമ്പററി ആയിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് ബിലിയറി കോളിക് എന്ന് പറയാം. അപ്പൊ ഇത് അവിടെ പോയിട്ട് കല്ല് പോയിട്ട് അവിടെ തങ്ങി നിന്നു, പിത്താശയത്തിൽ ബ്ലോക്ക് ചെയ്തു. അതിന്റെ പേരാണ് കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയും. അതായത് ഈ സിംറ്റംസിന്റെ കൂടെ ഇൻഫെക്ഷന്റെ ഫീച്ചേഴ്സ് വന്നു തുടങ്ങും. അതായത് പേഷ്യന്റ് ഫീവർ വരാം, പെയിൻ എന്ന് മരുന്ന് കൊടുത്തിട്ടും കുറയാത്ത വേദന ആയിട്ട് വരാം. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കുറച്ച് കൂടാം, ചിലപ്പോൾ ഗോൾ ബ്ലാഡർ പൊട്ടിപ്പോകുന്ന വരെ സംഭവിക്കാം. സോ ഈ കോംപ്ലക്സിന്റെ പേരാണ് അക്യൂട്ട് കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയാം. അതൊരു എമർജൻസിയാണ്. വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പേഷ്യൻസിന് കല്ലിന്റെ സൈസ് വളരെ ചെറുതായിരിക്കാം. സോ ഈ പേഷ്യൻസിന് കല്ല് സ്ഥാനം തെറ്റി താഴേക്ക് പിത്തനാളിയിലേക്ക് വരാം. സോ പിത്തനാളിയിലേക്ക് വന്ന് ബ്ലോക്ക് ചെയ്താണ് അവർക്ക് വരുന്ന സിംറ്റമാണ് മഞ്ഞപ്പിത്തം, അതായത് ജോണ്ടിസ് വരാം. പിന്നെ രണ്ടാമത്തെ, ഈ പിത്തനാളിയിൽ മാത്രം ബ്ലോക്ക് ചെയ്യാതെ കുറച്ചും കൂടി താഴേക്ക് വന്നിട്ട് പാൻക്രിയാസിൽ ഒരു ട്യൂബ് പോലെ സാധനമുണ്ട്, അതിന്റെ പേരാണ് പാൻക്രിയാറ്റിക് ഡക്ട് എന്ന് പറയും. സോ ഈ പാൻക്രിയാറ്റിക് ഡക്ട് ബ്ലോക്ക് ചെയ്യാം. സോ ഈ പാൻക്രിയാറ്റിക് ഡക്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സിംറ്റമിന്റെ പേരാണ് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയാം. പാൻക്രിയാറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അത് ഒരു ഡെഫിനറ്റ് ഒരു എമർജൻസി അഡ്മിഷൻ വേണ്ട ഒരു രോഗമാണ്. സോ അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് വേണ്ടി വരും. സോ ഇതൊക്കെയാണ് സിംറ്റംസ് ആൻഡ് കോംപ്ലിക്കേഷൻസ് ഓഫ് ഗോൾ സ്റ്റോൺസ് ഓർ പിത്താശയക്കല്ലുകൾ എന്ന് പറയും. ഈ ഗോൾ സ്റ്റോൺസിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ഈ ഗോൾ സ്റ്റോൺസ് വന്ന പേഷ്യൻസ് നമ്മളോട് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യം, ഇത് മെഡിസിൻ കൊണ്ട് മാറുമോ? ഇതിന് സർജറി ആവശ്യമാണോ? അത്യാവശ്യമാണോ സർജറി? ആണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ്, നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒ പിയിൽ. സോ അൺകോംപ്ലിക്കേറ്റഡ് ഗോൾ സ്റ്റോൺ, ഏസിംപ്റ്റമാറ്റിക് ഗോൾ സ്റ്റോൺസ് ഉണ്ട്. അതായത് നിങ്ങൾ വേറെ എന്തെങ്കിലും വേണ്ടിയിട്ട് സ്കാൻ എടുക്കുന്നു, തീരെ ഒരു സിംറ്റംസും ഇല്ല, നിങ്ങൾക്ക് ഒരു കോംപ്ലിക്കേഷൻസും വന്നിട്ടില്ല, ഏസിംപ്റ്റമാറ്റിക് ഗോൾ സ്റ്റോൺസ്. അതിന്റെ ട്രീറ്റ്മെന്റ് എക്സ്പെക്ടന്റ് ആണ്, അതായത് ഒബ്സർവ് ചെയ്യാം. റെക്കറന്റ് ആയിട്ട് എന്തെങ്കിലും പെയിനോ സിംറ്റംസ് നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് അന്നേരം ട്രീറ്റ് ചെയ്യാം. രണ്ടാമത്തത് സിംറ്റമാറ്റിക് ഗോൾ സ്റ്റോൺസ്, അതായത് വന്നിട്ട് നിങ്ങൾക്ക് പിത്താശയ കല്ല് കൊണ്ട് നിങ്ങൾക്ക് വരുന്ന സിംറ്റംസ്, അതുകൊണ്ട് വന്ന സിംറ്റംസ് ആയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് സർജറിയാണ്. സർജറി വെച്ചാൽ വളരെ കോമൺ ആയിട്ട് പേഷ്യൻസ് നമ്മൾ ഇഷ്ടപ്പെടാറില്ല സർജറി എന്ന് പറയുമ്പോൾ. അപ്പോൾ എങ്ങനത്തെ സർജറിയാണ് സാർ, എന്താണെന്നൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്. സോ ഇത് പറയുന്നത്, സർജറിയുടെ പേര് ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റക്ടമി എന്ന് പറയും. അതായത് താക്കോൽ ദ്വാരം വഴി വളരെ ചെറിയ ഹോൾസ് വഴി അത് കൂടി ഇൻസ്ട്രുമെന്റ്സ് ബോഡിന് ഉള്ളിൽ കിടത്തിയിട്ട് അതിനുശേഷം അവിടുന്ന് ഗോൾ ബ്ലാഡർ നീക്കം ചെയ്യുന്ന ഓപ്പറേഷന്റെ പേരാണ് ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റക്ടമി. വേൾഡ് ഓവർ മോസ്റ്റ് കോമൺലി പെർഫോം ചെയ്യപ്പെടുന്ന ഒരു ഓപ്പറേഷനാണ് ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റക്ടമി. പിന്നെ ഡേ കെയർ ആയിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്ന ഒരു സർജറിയാണ്. അപ്പോൾ അൺകോംപ്ലിക്കേറ്റഡ് ഗോൾ സ്റ്റോൺസ്, കോംപ്ലിക്കേഷൻസ് ഒന്നും വരാത്ത ഗോൾ സ്റ്റോൺസ്, ഓൺലി സിംറ്റംസ് മാത്രമേ ഉള്ള ഗോൾ സ്റ്റോൺസ് നമ്മൾ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ടിപ്പിക്കലി ഒരു ഡേ കെയർ ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റക്ടമി ഒരു 24 മണിക്കൂർ മാത്രം ഹോസ്പിറ്റൽ അഡ്മിഷൻ വെച്ചിട്ട് നമുക്ക് പേഷ്യന്റിനെ ചികിത്സിച്ചിട്ട് വീട്ടിലേക്ക് അയക്കാൻ പറ്റും. സോ ദാറ്റ് നിങ്ങൾ എത്രയും പെട്ടെന്ന് യു ക്യാൻ റിട്ടേൺ ബാക്ക് ടു യുവർ നോർമൽ ലൈഫ്. അതായത് നിങ്ങൾ ജോലി കയറാം, വേറെ എന്തെങ്കിലും വർക്കിന് എന്ത് വർക്കും വേണമെങ്കിലും നമുക്ക് ചെയ്തു തുടങ്ങാം. സോ അതാണ് നമ്മുടെ ലക്ഷ്യം.